മൺമറഞ്ഞു പോയ നമ്മുടെ പ്രശസ്തനായ സിനിമാ നടൻ സലിംകുമാറിന് സ്മാരകം പണിയാനായിട്ട് എറണാകുളത്ത് സ്മാരകം പണിയാനായിട്ട് 1 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുകയുണ്ടായി. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളുടെ ഇടയിൽ സംസാരമുണ്ട്. ആ ഒരു കാര്യത്തിൽ ആ 1 കോടി രൂപ മുടക്കി അവിടെ ഒരു സ്മാരകം പണിയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു സ്മാരകം പണിത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കുറെ നാൾ കഴിയുമ്പോൾ കാക്കതൂറിയിടും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഓരോ പ്രതിമകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിലും അതിന്റെ മുകളിൽ കാക്ക വന്നിരിക്കുവോ, പിന്നെ അത് വൃത്തികേടാക്കുവോ, പിന്നെ അത് ഈ വൃത്തികേടാകുന്നത് വൃത്തിയാക്കുവാനായിട്ട് താമസം വരികയും അതാകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുകയും ചെയ്യും. വളരെ ഞാൻ ഇപ്പോഴത്തെ ഒരു അടുത്ത ഈ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. ലോകകപ്പിൽ ഇപ്പം അർജന്റീനൻ ടീമിന്റെ മെസ്സി, അതായത് കഴിഞ്ഞ ലോകകപ്പ് മെസ്സിക്ക് ലഭിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ, എനിക്ക് തോന്നുന്നു ബോംബെയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, സ്ഥലം എനിക്കറിയത്തില്ല, അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രതിമ വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് അത് ഇന്ത്യയിൽ വന്നപ്പോൾ അനാച്ഛാദനം ചെയ്തതും. പക്ഷെ ഇപ്പോൾ അത് ഇളക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം അതൊരു അപകടാവസ്ഥയിലാണ്, അത് കാറ്റടിക്കുമ്പോൾ ഇളകുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ അത് മാറ്റിയപ്പോൾ തന്നെ ആ ഒരു പ്രതിമയുടെ ഒരു രൂപം, അതായത് ആകെ ഒരു വല്ലാത്ത രൂപമായിരുന്നു. കാരണം വല്ലാത്ത രൂപം എന്ന് വെച്ചാൽ രൂപം കറക്റ്റാണ്, പക്ഷെ പൊടിയും അല്ലാത്ത ഇതെല്ലാം പിടിച്ച് ആകെ ഒരു വൃത്തി ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം ഈ ഒന്നാമത്തെ കാര്യം ഇപ്പം പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു സ്മാരകം പോലെ ഒരു സാധനം, അല്ലെങ്കിൽ ഒരു പ്രതിമ പോലെ ഒരു സാധനം നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ ആൾക്കാരില്ലാതെ വരും. ആദ്യം വെക്കാൻ നേരം പാട്ടും പാടി വന്ന് എന്താ പറയുന്നത്, അത് അനാച്ഛാദനം ചെയ്യാനും ഒക്കെ ആയിട്ട് ആളുകളുണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൊടിയും തട്ടി ആളുകൾ പോകും. പിന്നെ പോകുമ്പോൾ ഭംഗിക്ക് ആളുകൾ 1 വട്ടം നോക്കും, 2 വട്ടം നോക്കും, 3 വട്ടം നോക്കും, പിന്നെ അതിന് ശ്രദ്ധിക്കാതെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അത് ആകെ വൃത്തികേടാവും. പിന്നെ രണ്ടാമത് പറയാമെന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പണം ഉണ്ടെങ്കിൽ, ഈ 1 കോടി രൂപ എന്ന് പറയുന്ന ഈ ഒരു പണം ഉണ്ടെങ്കിൽ, സലിംകുമാറിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഫൗണ്ടേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആളുകൾക്ക് സഹായകരമായിട്ടുള്ള രീതിയിൽ ആ 1 കോടി രൂപ ഉണ്ടെങ്കിൽ സലിംകുമാറിന്റെ പേരിൽ നമുക്കൊരു ഇത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സലിംകുമാറിന്റെ പേരിൽ സ്കോളർഷിപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫൗണ്ടേഷന്റെ രീതിയിൽ, അതായത് അദ്ദേഹത്തിന്റെ പേരിൽ കുറച്ച് കാര്യങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടണം. അപ്പൊ എപ്പോഴും സലിംകുമാറിനെ ആൾക്കാർ ഓർത്തിരിക്കും. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിനെ ഓർക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അദ്ദേഹത്തിന്റെ അഭിനയിച്ച സിനിമകളിലെ ഓരോ ഡയലോഗുകളിലും നമ്മൾ ഡെയിലി, ഇപ്പോഴാണെന്നല്ല, അന്നല്ല, ഇപ്പോഴെന്നല്ല, എപ്പോഴും നമ്മൾ ഉപയോഗിക്കും. കാരണം സലിംകുമാറിന്റെ ഓരോ ഡയലോഗുകളും വളരെ പ്രശസ്തമാണ്. അതിലൊന്ന് ഇതൊക്കെ എന്ത്, ഇതിന് പറ്റും, ഇതൊക്കെ എന്ത്, ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അദ്ദേഹം ഒന്നും ജനങ്ങളുടെ ഇടയിൽ അല്ലെ, ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതിപ്പോ ഏത് ജനറേഷൻ, അടുത്ത ജനറേഷൻ വന്നെന്ന് പറഞ്ഞാലും അവർ ഇങ്ങനെ സലിംകുമാറിന്റെ പഴയ സിനിമകളോ കാര്യങ്ങളോ ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തെ ഓർത്തിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഒരു ചെറിയ ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കുമ്പോഴാണേലും ഒരു ചെറിയൊരു അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. പിന്നെ മാത്രമല്ല, സലിംകുമാറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വീട് ലാഫിംഗ് വില്ല എന്നായിരുന്നു പേര്, ലാഫിംഗ് വില്ല എന്നാണ് പേര്. ആ വീട്ടിൽ വലിയ പ്രളയവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് ആളുകളെ താമസിപ്പിച്ച് അങ്ങനെ ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് സഹായമൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിരുന്ന ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരു സാമൂഹിക പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിൽ സലിംകുമാർ വളരെ വളരെ പ്രശസ്തനാണ്. കാരണം അദ്ദേഹം സിനിമകൾ മാത്രമല്ല, ഓരോ ആളുകളുടെയും പ്രശ്നങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി, മാത്രമല്ല അത്യാവശ്യം തലയുള്ളൊരു മനുഷ്യനായിരുന്നു. കാരണം എല്ലാ കാര്യങ്ങളെയും പറ്റി അത്യാവശ്യം അറിവും കാര്യങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുകയും നല്ല ആശയവിനിമയമുള്ള ഒരു മനുഷ്യനായിരുന്നു. കാരണം ആളുകളുമായിട്ട് സമ്പർക്കം നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത്യാവശ്യം പുള്ളിയെ കൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ പുള്ളി ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. കാരണം ഇത് പ്രശസ്തരായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ ഒരു 1000ങ്ങളല്ല 10,000ങ്ങളല്ല ലക്ഷങ്ങൾ ശ്രദ്ധിക്കും. കാരണം സലിംകുമാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ശരിയാണ്. അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്മാരകത്തിന് ഈ 1 കോടി രൂപ ചെലവഴിക്കുന്ന സമയത്ത് ഇതിപ്പം അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും ഈ പറയുന്നത് പോലെ തന്നെ അവരും ചിന്തിക്കുന്നുണ്ടാവും. ശരിയാ, കേൾക്കുമ്പം അവർക്ക് സന്തോഷമാണ്, അദ്ദേഹത്തിന്റെ പേരിലൊരു സ്മാരകം വരുന്നു. പക്ഷെ ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ചിന്തിക്കുമ്പോൾ അവർ ചിന്തിക്കും, ആ 1 കോടി രൂപ ഒരു 10 പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര്, സലിംകുമാറിന്റെ പേരിൽ തന്നെ അത്യാവശ്യം പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പേര് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയായിരിക്കും.
അത് ഈ ഒരു സ്മാരകം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഈ കാര്യത്തിലോട് നമ്മളൊരു എതിർപ്പായിട്ടല്ല പറയുന്നത്. നമുക്ക് എതിർക്കാൻ പറ്റത്തില്ല, നമ്മൾ ആരും എതിർക്കാൻ പറ്റിയ ആൾക്കാരല്ല. പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് നമ്മുടെ ആശയങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ പറ്റുമല്ലോ. കാരണം ഇതിങ്ങനെ ഈ സ്മാരകം പണിയുന്നതിനേക്കാളും ഉചിതമായിട്ടുള്ള ഒരു കാര്യം പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഉപകാരം, ആളുകൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്രയധികം ആളുകൾക്ക് അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും സഹായം, അദ്ദേഹം ഇപ്പോൾ ഇല്ലാത്ത അവസരത്തിൽ പോലും അദ്ദേഹത്തിന്റെ പേര് സഹായം കിട്ടുക എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമാണ്. ഞാനിപ്പം ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഹൻലാൽ, നമ്മുടെ മലയാളത്തിന്റെ പ്രിയ നടൻ അല്ലെങ്കിൽ മലയാളത്തിന്റെ എക്കാലത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ പേരിൽ ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അത് എന്ത് സ്കോളർഷിപ്പാന്ന് ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ പഠനകാലത്ത് തന്നെ ആ സ്കോളർഷിപ്പിന്റെ ഒരു പേരുണ്ടായിരുന്നു, മോഹൻലാൽ ആ ഫൗണ്ടേഷന്റെ പേരിൽ വന്നു. അപ്പൊ അതുകൊണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ, ഒരു നടൻ എന്നതിലുപരി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പേരിൽ പോകുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർക്കുക. ഞാൻ വർഷങ്ങളായി ഇപ്പോഴും ആ ഒരു സ്കോളർഷിപ്പ് കാര്യങ്ങൾ പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെ തന്നെ സലിംകുമാറിന്റെ പേരിൽ ചെയ്യുകയാണെങ്കിൽ എത്രയോ നല്ലതായിരിക്കും. അതായത് സലിംകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിലാണെങ്കിൽ പോലും അദ്ദേഹം സ്റ്റേജിൽ എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ തമാശകൾ പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. മാത്രമല്ല ആ ഒരു അവസ്ഥ വിട്ട് പണ്ടത്തെ മുതലുള്ള അദ്ദേഹത്തിന് നമ്മളൊന്ന് കണ്ണടച്ച് സലിംകുമാർ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സലിംകുമാറിന്റെ നൂറുകണക്കിന് സിനിമയിലെ ഓരോ ഡയലോഗുകളും നമുക്ക് മനസ്സിൽ വരും. അതാണ് ഈ സലിംകുമാർ എന്ന് പറയുന്ന നടൻ നമ്മുടെ മലയാള സിനിമയ്ക്കും മലയാളികൾക്കും നൽകിയിട്ടുള്ള ഒരു സമ്മാനം. എന്നും അദ്ദേഹത്തെ ഓർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കുറെ കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുന്നത്, എത്രയോ അവാർഡുകൾ, ദേശീയ അവാർഡ് ഉൾപ്പെടെ അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നു. കാരണം ഒരു തമാശക്കാരനല്ല, ഒരു കോമഡി മാത്രമല്ല, അദ്ദേഹത്തിന് ഇരുത്തം വന്ന അഭിനയവും, അതായത് ഇമോഷണലി ആളുകളെ കരയിപ്പിക്കാൻ വരെ, ആളുകളുടെ ഇമോഷനിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു നടനാന്ന് വരെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന അതുല്യനായ ഈ ഒരു കലാകാരൻ, മൺമറഞ്ഞുപോയ നമ്മുടെ സ്വന്തം സലിംകുമാറിന്റെ പേരിൽ ഇങ്ങനെ ഒരു കോടി രൂപ മുടക്കി ഒരു സ്മാരകം എറണാകുളത്ത് പണിയുന്നതിലും ഉചിതമായ ഒരു കാര്യം. ആ 1 കോടി രൂപ ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ 10 പാവപ്പെട്ടവർക്ക്, 10 എന്നല്ല അതിന് മുകളിൽ ആ ഒരു തുകയ്ക്ക് എത്ര പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റുമോ അത്രയും പേരെ സഹായിക്കുകയാണെങ്കിൽ ആ സഹായം ലഭിക്കുന്ന ആളുകൾ എന്നും അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിന് ഏതെങ്കിലും സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യും. അതൊക്കെയാണ് എന്താ പറയുക, ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ആശയം പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും അഭിപ്രായങ്ങളുള്ളവർ ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായമാണ്. ഇതെൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അഭിപ്രായങ്ങളും എൻ്റെ ഒരു അഭിപ്രായം കൂടെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എന്ത് ചെയ്താലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാകട്ടെ, ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരൻ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ താഴെ, ഈ വീഡിയോയുടെ താഴെ വന്ന് ആർക്കും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണെന്നറിയാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.